When a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and remainder are still both 2. What are the numbers? ഈ കഥയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ ക്വസ്റ്റിനകത്ത് റിമൈൻഡർ, ക്വോഷ്യന്റ്, ഡിവിഡൻഡ് ഇവരെല്ലാം തമ്മിലുള്ള കണക്ഷൻ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ 10 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ 3 ടൈംസ് 3 9 വന്നു, റിമൈൻഡർ 1 വന്നു. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് ഇവരെല്ലാം തമ്മിലുള്ള കണക്ഷൻ കിട്ടുന്നത് എന്ന് നോക്കാം. അപ്പൊ 10 ആയിരുന്നു നമ്മുടെ ബിഗർ നമ്പർ അല്ലെ. ഈ ക്വസ്റ്റിനകത്ത് ബിഗർ നമ്പർ സ്മോളർ നമ്പർ എന്നാണ് പറയുന്നത്. 10 ബിഗർ ദാൻ 3 ആണ്. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ 10 ഈസ് ഈക്വൽ ടു 3 into 3 plus 1. ഇതല്ലേ കണക്ഷൻ? നമ്മള് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്ന്. പക്ഷെ അതൊന്നും അങ്ങനെ കാണാതെ പഠിക്കണമെന്നില്ല. ഇങ്ങനെ ചെറിയൊരു എക്സാമ്പിൾ എടുത്തിട്ട് ആലോചിച്ചാൽ മതി എന്താ ഈ നമ്പേഴ്സ് എല്ലാം തമ്മിലുള്ള കണക്ഷൻ. അപ്പൊ ഡിവൈസർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ നമ്പർ ആണ്. ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ്. ക്വോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ എന്ന് പറയുന്ന ആള്. ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ചെയ്താൽ ഡിവിഡൻഡ് കിട്ടും. ഇത് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ലോജിക് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യില് കുറച്ച് നമ്പേഴ്സും കുറച്ച് ഡാറ്റയും ഒക്കെ തന്നിട്ടുണ്ട്. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ. അപ്പൊ ഒരു നമ്പർ വലുതും മറ്റേ നമ്പർ ചെറുതുമാണ്. നമുക്ക് ബിഗർ നമ്പറിനെ എക്സ് ആയിട്ടും ബിഗർ നമ്പർ എക്സ് ആയിട്ടും സ്മോളർ നമ്പർ വൈ ആയിട്ടും എടുക്കാം. ഓക്കെ, അതായത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. ലാർജർ നമ്പർ എന്നിട്ട് ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ദ സ്മോളർ നമ്പർ. അതായത് എക്സിനെ ഞാൻ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, ദ ക്വോഷ്യന്റ് ആൻഡ് ദ റിമൈൻഡർ ആർ ബോത്ത് 2. മുകളില് ക്വോഷ്യന്റ് ആയിട്ടും 2 വന്നിട്ടുണ്ട്, താഴെയും റിമൈൻഡർ ആയിട്ടും 2 വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ കണ്ടീഷനിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഇവിടെ നമ്മൾ 10 ഈസ് ഈക്വൽ ടു 3 into 3 plus 1 എന്ന് പറയത്തില്ലേ, അതേപോലെ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു 2 plus 2 എന്ന് എടുക്കാം. മനസ്സിലായോ? കാരണം എക്സ് ആയിരുന്നു അവിടുത്തെ ഡിവിഡൻഡ്, വൈ ആയിരുന്നു ഡിവൈസർ, 2 ആയിരുന്നു ക്വോഷ്യന്റ്, റിമൈൻഡറും 2 ആയിരുന്നു. ഇതാണ് അതിന്റെ കാര്യം. എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു 2 plus 2. അത് ഒരു നോർമൽ ഇക്വേഷൻ ഫോമിലോട്ട് എഴുതുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 2y plus 2 അല്ലേ? കാരണം 2 into y 2y എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ആ 2y എടുത്ത് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. അപ്പോഴോ എക്സ് മൈനസ് 2y എന്ന് വരും അല്ലേ? കാരണം ഈ 2yയുടെ റൈറ്റ് സൈഡിലെ ജോലി അഡീഷൻ ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. ലെഫ്റ്റിലോട്ട് പോരുമ്പോൾ മൈനസ് ആയി. അപ്പൊ എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടിരിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് ഡാറ്റ എന്താണെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ. രണ്ടാമത് തന്നിരിക്കുന്ന ഡാറ്റ എങ്ങനെയാ? വെൻ 5 ടൈംസ് ദ സ്മോളർ, സ്മോളറിന്റെ 5 ടൈംസ് കേട്ടോ. വെൻ 5 ടൈംസ് ദ സ്മോളർ ഈസ് ഡിവൈഡഡ് ബൈ ദ ലാർജർ. ഓക്കെ, സോ 5 ടൈംസ് ദ സ്മോളർ എന്ന് പറഞ്ഞാൽ 5y ആണല്ലോ. 5 ടൈംസ് ദ സ്മോളർ, അപ്പം 5y വെൻ ഡിവൈഡഡ് ബൈ ദ ലാർജർ. ലാർജർ ഇവിടുത്തെ എക്സ് ആണ്. അപ്പോഴും അവർ പറയുന്നത് ദ ക്വോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ സ്റ്റിൽ ബോത്ത് 2. അപ്പൊ ഇവിടെയും 2 ഉണ്ട്, റിമൈൻഡർ ആയിട്ട് താഴെയും 2 ഉണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെയും നമുക്ക് ഇക്വേഷൻ ഫോമിലോട്ട് ആക്കാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഡിവിഡൻഡ് അല്ലേ? അപ്പൊ 5y is equal to x into 2 അല്ലെ? ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ്, x into 2 plus remainder 2. ഓക്കെ, 2x plus 2. ഡിവൈസർ, ഡിവിഡൻഡ്, റിമൈൻഡർ, ക്വോഷ്യന്റ് ഇതെല്ലാം ചിലപ്പോൾ പിള്ളേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ ഇതുപോലത്തെ ഒരു നമുക്ക് പരിചയമുള്ള ചെറിയൊരു നമ്പർ എടുത്തു വെച്ചിട്ട് ആലോചിച്ചാലും കാര്യം കിട്ടും. 3 into 3 9, 9 plus 1 10. ഇതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, ഇപ്പൊ എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ആയിട്ടുണ്ട്. 5y ഈക്വൽ ടു 2x plus 2. ഇത് നമുക്കൊരു നോർമൽ, ഇത് സാധാരണ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് ആ 2x എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. 2x റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആണ്, അഡീഷൻ ആണ്. ലെഫ്റ്റിലോട്ട് വരുമ്പോൾ അത് മൈനസ് ആവും. 5y minus 2x equals 2.
ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് നമുക്ക് കമ്പയർ ചെയ്യാം, എങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് എക്സും വൈയും കിട്ടും എന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാല് ഇവിടെ എക്സ് ഉണ്ട്, പക്ഷെ ഇവിടെ 2x ഉണ്ട്. കാര്യം ശരി, ഇവിടെ പോസിറ്റീവ് ആയ എക്സ് ഇരിക്കുന്നത്, ഇവിടെ നെഗറ്റീവ് ആണ്, സാരമില്ല. നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനെ എടുത്തിട്ട് 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 കേട്ടോ. 1 എഴുതിയിട്ട് ആ സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് ഇക്വേഷൻ 1 അല്ല, 1 ഇൻറ്റു 2 അല്ല ചെയ്യുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2. അതായത് എല്ലാവരെയും 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം, ഫസ്റ്റ് ഇക്വേഷൻ്റെ ഉള്ള എല്ലാവരെയും. അപ്പൊ എക്സ് ഇൻറ്റു 2 2x ആവും, മൈനസ് 2 ഇൻറ്റു 2 4, അപ്പൊ മൈനസ് 4y ആവും, ഈക്വൽ ടു 2 ഇൻറ്റു 2 4, അങ്ങനെ വരും. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു 2 2x മൈനസ് 4y ഈക്വൽ ടു 4 എന്ന്. ഇനി നമുക്ക് അപ്പൊ ഈ ഇക്വേഷനെ നമുക്ക് തേർഡ് ഇക്വേഷൻ നെയിം ചെയ്തേക്കാം. ഇത് തേർഡ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇപ്പൊ കിട്ടിയ തേർഡും സെക്കൻഡും ശ്രദ്ധിച്ചു നോക്കി, അതിനകത്ത് രണ്ടിനകത്തും 2x ഇരിപ്പുണ്ട്. ഒരെണ്ണത്തിനകത്ത് 2x ഇരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടാണ്, മറ്റൊന്നിനകത്ത് 2x ഇരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ്. അപ്പൊ എങ്ങനെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാം? ആഡ് ചെയ്താൽ മതി അല്ലേ. ഇവർ രണ്ടുപേരും പിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x മൈനസ് 2x ക്യാൻസൽ ആയിക്കോളും. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരാളെ ഒഴിവാക്കിയാലേ മറ്റേ ആളെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് സോ അതായത് ഇവിടെ നമ്മളിപ്പോ എക്സിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇക്വേഷൻ പ്ലസ് തേർഡ് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പം മൈനസ് 2x പ്ലസ് 2x ആഡ് ചെയ്തപ്പം അത് എലിമിനേറ്റ് ആയി. പിന്നെ ബാക്കിയുള്ളത് ആരാ അവിടെ? 5y പ്ലസ് മൈനസ് 4y. 5y പ്ലസ് മൈനസ് 4y എന്ന് പറഞ്ഞാൽ വലുത് പോസിറ്റീവാ, ആൻസറും പോസിറ്റീവ് ആയിരിക്കും. 5 എന്ന് 4 പോയാൽ 1y. 1y എന്ന് നോർമലി എഴുതത്തില്ല, y എന്ന് എഴുതാറുള്ളൂ അല്ലേ. y is equal to, ഈ റൈറ്റ് സൈഡിൽ ഈക്വൽ ടു സിമ്പൽ റൈറ്റ് സൈഡിൽ 2ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 6. അപ്പൊ y-യുടെ വാല്യൂ കിട്ടി, 6 ആയിരുന്നു. ഇനി y-യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കിട്ടാൻ ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ ഇവിടെ ഇരിക്കുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ നല്ല എളുപ്പത്തിലായിരിക്കുന്നത് x മൈനസ് 2y. അപ്പോ x മൈനസ് 2y is equal to 2 എന്നുള്ളത് എടുക്കാം. അതിനകത്ത് ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിരുന്നു അല്ലേ, അതിനകത്ത് എക്സിനെ നമുക്കറിയത്തില്ല, y നമുക്ക് ഇപ്പൊ കിട്ടി 6 എന്ന്. അപ്പൊ x മൈനസ് 2 ഇൻറ്റു 6 ഈക്വൽ ടു 2 എന്നായി. ഇനി അപ്പം x മൈനസ് 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ. അപ്പൊ x മൈനസ് 12 is equal to 2 എന്നായി. ഇനി മൈനസ് 12നെ അങ്ങോട്ട് കൊണ്ടുപോകാം, പ്ലസ് 12 ആവും. അപ്പൊ x is equal to 2 പ്ലസ് 12 14 എന്ന് വരും. ഇതാണ് രണ്ട് നമ്പേഴ്സ്. ബിഗർ നമ്പർ ആയിരുന്നു നമ്മുടെ എക്സ്, ആദ്യമേ നമ്മൾ എഴുതിയായിരുന്നു, അത് 14, സ്മോളർ നമ്പർ y ആയിരുന്നു 6. കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.